ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇപ്പം സോളാറിൻ്റെ സീരീസാണല്ലോ ഇപ്പം നമ്മുടെ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സ്റ്റോറേജ് ഡിവൈസായിട്ട് നമ്മുടെ ലൂമിനസിൻ്റെ 150Ah ഒരു ബാറ്ററി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഈ മൂന്നാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അതിൻ്റെ വാറണ്ടി കാർഡാണ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കിട്ടുന്നത്. പിന്നെ വന്നിട്ട് ഫ്ലോട്ടിംഗ് വാൽവുകളാണ്, അതായത് ഇതിനകത്തുള്ള വാട്ടറിൻ്റെ ലെവൽ നമുക്കറിയാൻ പറ്റുന്ന വാൽവുകൾ. അങ്ങനത്തെ 6 പീസ് ഉണ്ടാവും. തെർമോക്കോളിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാകുന്നത്. നോർമലി ഇങ്ങനെയായിരിക്കും വരുന്നത്. എല്ലാം ബാറ്ററി പുറത്തെടുത്തിട്ടുണ്ട്. ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. പിന്നെ ഇത് നമുക്ക് വാട്ടർ ലെവൽ അനുസരിച്ചിട്ട്, വാട്ടറല്ല ഇതിനകത്ത് ആസിഡാണ് വരുന്നത്, ആസിഡിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് സൾഫ്യൂരിക് ആസിഡാണ് ഇതിനകത്ത് വരുന്നത്. മൊത്തം 6 സെല്ലുകളായിരിക്കും ഉണ്ടാക്കുന്നത്. 6 സെല്ലായിട്ട് വാട്ടറിൻ്റെ ലെവൽ അനുസരിച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കണക്റ്റിംഗ് ടെർമിനലിൽ ടൈറ്റ് ചെയ്യാനുള്ള നെട്ടും ബോൾട്ടും കിട്ടിയിട്ടുണ്ട്. $150Ah ലൂമിനസ് ബാറ്ററി ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഈ ഭാഗത്ത് വരുന്ന ഈ ക്യാപ്പുകൾ നമുക്ക് ഇളക്കിയെടുത്തിട്ട്, ഇപ്പോൾ ഈ ലെവലിലാണ് ഇത് വെച്ച് ഉപയോഗിക്കുന്നതിൽ വിഷയമില്ല. പക്ഷേ ഇതിനകത്തുള്ള വാട്ടർ ലെവൽ അറിയാൻ പറ്റത്തില്ല. ഈ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇതുപോലുള്ള ഈ ക്യാപ്പ് ഇതിനകത്ത് വെച്ചാലേ ഈ വാട്ടറിൻ്റെ ലെവൽ, ഇത് തീരെ അങ്ങ് താഴ്ന്നു പോയാൽ നമുക്ക് വാട്ടർ ലെവൽ വളരെ കുറവാണെന്ന് അറിയാൻ പറ്റും. വാട്ടർ മീൻസ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ക്യാപ്പായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പ്ലയർ ഉപയോഗിക്കാം, നല്ല ടൈറ്റായിരിക്കും. മസ്റ്റായിട്ടൊരു വേസ്റ്റ് തുണി, ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ആസിഡാണ്. അത് 2 ദിവസം കഴിയുമ്പോൾ ദ്രവിച്ചങ്ങ് പോകും. ഈ ആസിഡ് വീഴുന്ന ഭാഗമല്ല. ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതിനകത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ഇത് ഈ ട്യൂബിൽ അതിൻ്റെ ലെവൽ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പം ഫുൾ ലെവലാണ്. ഈ റെഡ് മാർക്കിൻ്റെ താഴെ പോകാൻ പാടില്ല. ഓക്കെ, അപ്പം നമുക്കെല്ലാം ഇതുപോലെ എടുത്ത് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഓരോ കേപ്പായിട്ട് നമുക്ക് അടയ്ക്കാം. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഇത് ഇവിടെ കണക്ട് ചെയ്യണം. നമ്മുടെ ടെർമിനലിൽ ആ നെട്ടും ബോൾട്ടും കണക്ട് ചെയ്തു. അപ്പോൾ ഇനി ഇത് ഉപയോഗിക്കാൻ റെഡിയായി കഴിഞ്ഞു. ഇത്രയാണ് എൻ്റെ അൺബോക്സിങ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.